ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൊക്കാബുലറി ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതായത് SSC എക്സാമിനും HCAക്കും എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ചാനലിൽ പഠിപ്പിച്ചിട്ടുള്ള വൊക്കാബുലറി തന്നെയാണ് എക്സാമിന് വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ SSC ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ ഒരു എന്താ പറയാ ക്ലാസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വൊക്കാബുലറി എടുത്തിട്ടുള്ള സിനണിംസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുൾ ക്ലാസ് കാണാൻ തീർച്ചയായിട്ടും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ വേർഡ് ഇറ്റ് ഇസ് ഫാസ്റ്റിഡിയസ്. ഫാസ്റ്റിഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാസ്റ്റിഡിയസ് എന്ന് പറഞ്ഞാൽ സിനണിം ആണ് കേട്ടോ. ഫാസ്റ്റിഡിയസ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ടു പ്ലീസ്. ഓക്കെ, തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്താൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ പറയാ ഫാസ്റ്റീഡിയസ്. ഓക്കെ, ജസ്റ്റ് കണക്ട് ചെയ്തോളൂ. എത്ര ഫാസ്റ്റ് ആയിട്ടും നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്താലും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാലോ. ഫാസ്റ്റീഡിയസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു പ്ലീസ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഫ്ലോ. ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോ FLAW. ഫ്ലോ എന്ന് പറഞ്ഞാല് എന്താ? ഡിഫക്റ്റ് ആണ് കേട്ടോ. ഫ്ലോ എന്ന് പറഞ്ഞാല് ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട് എന്നുള്ളത് ഓർക്കുക കേട്ടോ. അപ്പൊ ഡിഫക്റ്റ് ആണ് ഫ്ലോ എന്ന് പറഞ്ഞാല്. അടുത്ത് നോക്കാം. ഡെമനർ. ഡെമനർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ബിഹേവിയർ. ഓക്കെ, ഡെമനർ. ഡെമനർ എന്ന് പറഞ്ഞാൽ ബിഹേവിയർ. ഡെമനർ അത് പറയുന്ന പോലെ തന്നെയല്ലേ ബിഹേവിയർ അല്ലെ. ഇവിടെ OUR ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ ഡെമനർ എന്ന് പറഞ്ഞാൽ ബിഹേവിയർ. അടുത്ത് നോക്കാം. സിനണിം ഓഫ് റോ. റോന്റെ സിനണിം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ക്വാറലാണ് കേട്ടോ. സിനണിം ഓഫ് റോ എന്താണ്? ക്വാറൽ, തല്ല് പിടിക്കുക അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാന്നൊക്കെ മീനിങ് വരുന്ന ഒരു വേർഡാണ് റോ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇന്ന റോയിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലു പിടിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ക്വാറൽ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ ഓർത്ത് വെക്കാം. റോ ഇറ്റ് മീൻസ് വാട്ട് ഇറ്റ് മീൻസ്, ക്വാറൽ. അടുത്ത് നോക്കാം. എല്യൂറിന്റെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. എല്യൂർ എന്ന് പറഞ്ഞാൽ എന്താ? അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എല്യൂർ എന്ന് പറയാ. നമ്മുടെ അല്ലു അർജുനൊക്കെ ഓർക്കാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ക്യാപ്റ്റിവേറ്റ് എന്ന് പറഞ്ഞാലും വശീകരിക്കുന്ന, മോഹിപ്പിക്കുന്ന, സെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാലും അതേ മീനിങ് ആണ് വരുന്നത്. അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാലും ദാറ്റ് ഇസ് അതിന്റെ സിനണിം ആയിട്ട് വരുന്ന ഒരു വാക്കാണ്. അപ്പോൾ ഇതിന്റെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ള ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് എന്താ വരിക? റിപ്പൽ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ അല്ലു അർജുൻ ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, ഹിന്റ്. HIND ആണ്. ഹിന്റിന്റെ സിനണിം ആണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഹിന്റിന്റെ സ്പെല്ലിംഗ് നോക്കുക. HIND ആണ് കേട്ടോ. ഹിന്റ് എന്ന് പറഞ്ഞാല് എന്താണ്? റിയർ ആണ്. ഓക്കെ, ബാക്ക് അല്ലെങ്കിൽ റിയർ എന്നുള്ളൊരു മീനിങ്. റിയർ വ്യൂ മിറർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അല്ലെ. കോൺവെക്സ് മിറർ അല്ലെ, റിയർ വ്യൂ മിറർ. അപ്പൊ ഹിന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് റിയർ, ബാക്ക് എന്നുള്ളൊരു മീനിങ്. അപ്പൊ ഞാൻ ഓർത്തേക്കണത് ഹിന്ദി ആയിട്ട് കണക്ട് ചെയ്തേക്കുക. ഒരു ഐയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഹിന്ദി അല്ലെ. ഹിന്ദിയിൽ ഞാൻ കുറച്ച് പുറകിലാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തേക്കാണ് കേട്ടോ. ഇനി ക്ലൂ എന്ന് പറഞ്ഞ മീനിങ് വരുന്ന ഹിന്റ് ഉണ്ട്. അതെന്താ? HINT ആണ്. തെറ്റിക്കല്ലേ. അടുത്ത് നോക്കാം. വോ. വോന്റെ സിനണിം എന്താ? വോ എന്ന് പറഞ്ഞാല് ഡിസ്ട്രെസ് ആണ്, വിഷമിച്ചിരിക്കുന്ന, സാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഡിസ്ട്രെസ് കേട്ടോ. അതാണ് വോ എന്ന് പറയുന്നത്. അതേസമയം ഫോ ഉണ്ട്. ഫോ എന്ന് പറഞ്ഞാല് എനിമി ആണ്. ഓക്കെ, ഫോ എന്ന് പറഞ്ഞാല് എനിമി. ഫ്രണ്ടും എനിമിയും എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ വോ എന്ന് പറഞ്ഞാല് ഡിസ്ട്രെസ്സും, ഫോ എന്ന് പറഞ്ഞാല് എനിമി. നെക്സ്റ്റ് ഇസ് കമ്പങ്ഷൻ. കമ്പങ്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? കമ്പങ്ഷൻ. കമ്പങ്ഷൻ എന്ന് പറഞ്ഞാല് ഫീലിംഗ് ഓഫ് ഗിൽറ്റ് ആണ്, ഗിൽറ്റി ഫീലിംഗ് ആണ് കേട്ടോ. അതായത് പശ്ചാത്തപിക്കുക, നമുക്കൊരു മനസാക്ഷിക്കുത്തൊക്കെ വരില്ലേ, അതിനെയാണ് നമ്മൾ കമ്പങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കമ്പങ്ഷൻ. കമ്പങ്ഷൻ എന്ന് പറഞ്ഞാല് ഫീലിംഗ് ഓഫ് ഗിൽറ്റ്. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. കമ്പങ്ഷൻ, ഫീലിംഗ് ഓഫ് ഗിൽറ്റ്. ഓക്കെ, അടുത്തത് ഡ്വിൻഡിൽ ആണ്. ഡ്വിൻഡിൽ എന്ന് പറഞ്ഞാൽ എബേറ്റ് ആണ്. എബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റെഡ്യൂസ് ചെയ്യുക കേട്ടോ. എബേറ്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക. ജസ്റ്റ് ഓർക്കാം, എബേറ്റ് എന്ന് പറയുമ്പോൾ ബൈറ്റ് എന്ന് ഓർക്കാം. ഒരു ബൈറ്റ്, നമ്മളൊരു ചോക്ലേറ്റിന്റെ ഒരു ബൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് റെഡ്യൂസ് ആവും എന്നൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ എബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റെഡ്യൂസ്. അതേ മീനിങ് ആണ് ഡ്വിൻഡിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഗോണ്ട്. ഗോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഗോണ്ട് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഗോണ്ട് എന്ന് പറഞ്ഞാല് തിൻ ആൻഡ് ബോണി ആണ്. വളരെ തിന്നായിട്ടുള്ള, ശോഷിച്ചിട്ടുള്ള, മെലിഞ്ഞിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ് ഗോണ്ട്. ഏതെങ്കിലും നിങ്ങളുടെ ഒരു ഓണ്ടിനെ ഓർക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു ഓണ്ട്, ഒരു ആന്റീനെയൊക്കെ ഓർക്കുക. വളരെ തിന്നായിട്ടുള്ള എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക. ഇനി ഇവിടെ വേറൊരു വാക്കുണ്ട്, കോർപ്പുലന്റ്. കോർപ്പുലന്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ആണ്, അല്ലെങ്കിൽ ഒബീസ് എന്നുള്ള മീനിങ് ആണ് കോർപ്പുലന്റ് കേട്ടോ. അപ്പൊ ഗോണ്ട് എന്ന് പറഞ്ഞാൽ തിൻ ആൻഡ് ബോണി, കോർപ്പുലന്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് അല്ലെങ്കിൽ ഒബീസ് എന്ന് പറയും കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം. വിവേഷ്യസ്. വിവേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവേഷ്യസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എനർജറ്റിക് ആണ്. ഓക്കെ, വിവേഷ്യസ് എന്ന് പറഞ്ഞാൽ എനർജറ്റിക്.
ഈ വിവയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ നല്ല എനർജറ്റിക് ആവുമെന്ന് വിചാരിക്കാം കേട്ടോ. വിവ പണ്ട് ഈ ഹോർലിക്സ്, വിവ ബോൺവിറ്റ അങ്ങനെയൊക്കെ പറയുന്ന വിവ. വിവ കഴിച്ചു കഴിഞ്ഞാൽ നല്ല എനർജറ്റിക് ആവും എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. വിവേഷ്യസ് ഇറ്റ് മീൻസ് എനർജറ്റിക്. നെക്സ്റ്റ് ഇസ് എഫ്രൻറ്റ്. എഫ്രൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസൾട്ട് ചെയ്യുക. ഓക്കെ, എഫ്രൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസൾട്ട് ചെയ്യുക. നമ്മുടെ ഫ്രണ്ടിന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്തു എന്ന് ഓർക്കാം. ഓക്കെ, ഫ്രണ്ട് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് FRIEND ആണ് കേട്ടോ. അല്ലെങ്കിൽ എല്ലാവരുടെയും ഫ്രണ്ടിൽ നിർത്തിയിട്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്തു എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ എഫ്രൻറ്റിന്റെ സിനോണിം എന്താ? ഇൻസൾട്ട് ചെയ്യുക, ഇൻസൾട്ട് ആണ്. അടുത്തത് കോളറിക്. കോളറിക് എന്ന് പറഞ്ഞാൽ ബാഡ് ടെമ്പേർഡ്. ഓക്കെ, നമുക്ക് വളരെയധികം ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഹോട്ട് ടെമ്പേർഡ് ഒക്കെ ആവുമ്പോഴാണ് നമ്മൾ കോളറിൽ പിടിക്കുക എന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. കോളറിൽ പിടിക്കുക എന്നൊന്ന് ഓർത്ത് വെക്കാം. അപ്പൊ കോളറിക് എന്ന് പറഞ്ഞാൽ എന്താ? ബാഡ് ടെമ്പേർഡ്. കിട്ടുന്നുണ്ടോ? നെക്സ്റ്റ് ഇസ് കണ്ടന്റിങ്. കണ്ടന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് കോമ്പീറ്റ് ചെയ്യുക അല്ലെ. കണ്ടന്റിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ പല ആപ്പ് നോക്കുകയാണെങ്കിലും പല ആപ്പുകളും മാക്സിമം കണ്ടന്റ് കൊടുക്കാനൊക്കെ കോമ്പറ്റീഷൻ നടക്കുകയാണ് അല്ലെ. അപ്പൊ കണ്ടന്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പീറ്റിംഗ്. അടുത്തത് അമിലിയോറേറ്റ്. അമിലിയോറേറ്റ് എന്ന് പറഞ്ഞാൽ പ്രേസ് ചെയ്യുക. ഓക്കെ, അമിലിയോറേറ്റ് എന്ന് പറഞ്ഞാൽ പ്രേസ് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടീനെ റേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ പ്രേസ് ചെയ്യുക അല്ലെ, നമ്മൾ പുകഴ്ത്തുക. അപ്പൊ അമിലിയോറേറ്റ് എന്ന് പറയുമ്പോൾ അമലിനെ റേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രേസ് ചെയ്തു എന്നുള്ളത് ഓർത്തു വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇവാലുവേറ്റ് എന്നൊക്കെ പറയാം. അമിലിയോറേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടു പ്രേസ് അല്ലെങ്കിൽ ഇവാലുവേറ്റ്. ഓക്കെ, ഓർത്തു വെക്കാം. ഇനി അടുത്തത് ആന്റിക്വേറ്റഡ്. ആന്റീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്സൊളേറ്റ് അല്ലെ, പണ്ടത്തെ അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് എന്നുള്ളൊരു മീനിങ് ആണ്. ഒബ്സൊളേറ്റ് പഠിച്ചേക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. വേണമെങ്കിൽ നമുക്ക് സ്ലേറ്റ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ഒബ്സൊളേറ്റ്, ഒരു സ്ലേറ്റ് പോലെയൊക്കെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നില്ലേ. അപ്പൊ സ്ലേറ്റ് ഒന്നും ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഔട്ട്ഡേറ്റഡ് ആണെന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, അടുത്ത് നോക്കാം. ഒസിഫൈ എന്ന് പറഞ്ഞാൽ ടു ബിക്കം റിജിഡ് ആണ് കേട്ടോ. ഒസിഫൈ എന്ന് പറഞ്ഞാൽ ടു ബിക്കം റിജിഡ് ആണ്. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. ഒസിഫൈ എന്ന് പറഞ്ഞാൽ ടു ബിക്കം റിജിഡ്. കുറെ പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് ഓസിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ കുറച്ച് റിജിഡ് ആയിട്ടൊക്കെ മാറുമെന്ന് ഓർക്കാം കേട്ടോ. സോ ഒസിഫൈ എന്ന് പറഞ്ഞാൽ എന്താ? ടു ബിക്കം റിജിഡ് ആണ്. അടുത്തത് സംറ്റുവസ് എന്ന് പറഞ്ഞാൽ എന്താ? ലാവിഷ് ആണ്. നമ്മുടെ കയ്യിൽ കുറച്ച് സം ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ലാവിഷ് ആവും എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ ലാവിഷിന്റെ വേറെ സിനോണിംസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു? എക്സ്ട്രാവേഗന്റ് അല്ലെ. എക്സ്ട്രാവേഗന്റ് എന്ന് പറഞ്ഞാല് ലാവിഷ് ആവുക, എക്സ്ട്രാ വാങ്ങിയിട്ട് ലാവിഷ് ആയി എന്നൊക്കെ ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ എക്സ്ട്രാവേഗന്റ് ഉണ്ട്. ഓക്കെ, പഠിച്ചു വെച്ചേക്ക. ദാറ്റ് ഈസ് ലാവിഷ് അല്ലെങ്കിൽ സംറ്റുവസ് എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് ഈസ് ലാവിഷ്. ഓക്കെ, അടുത്ത് നോക്കാം. വിലിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? വിലിഫിക്കേഷൻ അബ്യൂസ് ചെയ്യുക അല്ലെ, കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ശകാരിക്കുക, ആ ഒരു മീനിങ്, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് വരുന്ന വേർഡാണ് വിലിഫിക്കേഷൻ. ചില ആൾക്കാരുടെ വിളിപ്പേര്, നമ്മൾ ചില ആൾക്കാരെ കളിയാക്കിയിട്ടൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ കുറ്റപ്പെടുത്തും, അബ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യും എന്നൊക്കെ ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ വിലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അബ്യൂസ് ചെയ്യുക. വിലിഫിക്കേഷൻ, അബ്യൂസ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് റിവൈസ് ചെയ്യാം കേട്ടോ. അടുത്ത് നോക്കാം. ഔട്ട്റേജിയസ് എന്ന് പറഞ്ഞാൽ ഷോക്കിംഗ് ആയിട്ടുള്ള. ഓക്കെ, നമ്മൾ ഔട്ടിലൊക്കെ പോയി കഴിയുമ്പോൾ, പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ പല ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കാണേണ്ടി വരും അല്ലെ. ഔട്ട്റേജിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഷോക്കിംഗ്. ഔട്ട്റേജിയസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഷോക്കിംഗ്. അടുത്ത് നോക്കാം. ഇറാന്റ് ആണ്. ഇറാന്റ് എന്ന് പറഞ്ഞാൽ ടാസ്ക് ആണ് കേട്ടോ. ഇറാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടാസ്ക് ആണ്. 2 ടാസ്ക് എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. 2 ടാസ്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ ഇറാന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടാസ്ക് ആണ് കേട്ടോ, ടാസ്ക് ആണ്. അടുത്ത് നോക്കാം. ജാഡഡ് എന്ന് പറഞ്ഞാല് ഫെറ്റീഗ് ആണ്. ഓക്കെ, ജാഡഡ് എന്ന് പറഞ്ഞാല് ഫെറ്റീഗ് ആയിട്ടുള്ള, ക്ഷീണിതനായിട്ടുള്ള, ടയേർഡ് ആയിട്ടുള്ള എന്നുള്ളൊരു മീനിങ് ആണ് ജാഡഡ്. ഓക്കെ, അപ്പൊ കുറെ ചാടി കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോകുന്നൊക്കെ ഓർക്കാം അല്ലെ. നമ്മൾ ഫെറ്റീഗ് ആവും എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. ഫാസ്റ്റീഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാസ്റ്റീഡിയസ് എത്രയൊക്കെ ഫാസ്റ്റ് ആണെങ്കിലും ചില ആൾക്കാരെ നമുക്ക് പ്ലീസ് ചെയ്യാൻ പറ്റില്ല അല്ലെ, തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ ഡിഫിക്കൽട്ട് ടു പ്ലീസ് ആണ് ഫാസ്റ്റീഡിയസ്. അടുത്തത് ഫ്ലോ ആണ്. ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫക്റ്റ് ആണ് അല്ലെ. ഇനി ഡെമനർ എന്ന് പറഞ്ഞാല് ബിഹേവിയർ. റോ എന്ന് പറയുമ്പോൾ ക്വാറൽ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക അല്ലെ. നമ്മുടെ ഇന്ന റോയിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തു എന്നൊക്കെ ഓർത്തു വെക്കാം. അല്യൂറിന്റെ ആന്റണിയം ആണ്. അപ്പൊ അല്യൂറിന്റെ മീനിങ് മൈൻഡിലോട്ട് കൊണ്ടുവരാം. അല്ലു അർജുൻ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നൊക്കെ ജസ്റ്റ് ഓർക്കുക കേട്ടോ. അപ്പൊ അതിന്റെ ആന്റണിയം എന്താ? റിപ്പല് ചെയ്യുക അല്ലെ. അപ്പൊ ക്യാപ്റ്റിവേറ്റ് ആണെങ്കിലും സെഡ്യൂസ് ആണെങ്കിലും അട്രാക്റ്റീവ് ആണെങ്കിലും ഒക്കെ അതിന്റെ സിനോണിംസ് ആണ്.
ഹിന്റ് എന്ന് പറയുമ്പോഴോ പ്രിയർ ആണ് അല്ലെ, ബാക്ക് എന്നുള്ളൊരു മീനിങ് ആണ് ഹിന്റ്. ഹിന്ദിയിൽ നമ്മൾ പുറകിലായിരുന്നു വെറുതെ ഓർക്കുക കേട്ടോ. ക്ലൂ എന്ന് മീനിങ് വരുന്ന ഹിന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഹിന്റ് ആണ്, HINT ആണ്. വോ എന്ന് പറഞ്ഞാല് ഡിസ്ട്രസ് ആണ്, വോ എന്ന് പറഞ്ഞാല് ഡിസ്ട്രസ്. ഫോ എന്ന് പറഞ്ഞാൽ എന്താ, എനിമി അല്ലെ, മാറിപ്പോവണ്ട, ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. അടുത്തത് കമ്പങ്ഷൻ. കമ്പങ്ഷൻ എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് ഗിൽറ്റ് ആണ്, ഗിൽറ്റി ഫീലിംഗ് കേട്ടോ, അതിനാണ് കമ്പങ്ഷൻ എന്ന് പറയുന്നത്. ഡ്വിൻഡിൽ, ഡ്വിൻഡിൽ എന്ന് പറഞ്ഞാൽ എബേറ്റ് ആണ്, എന്ന് പറഞ്ഞാൽ എന്താ, റെഡ്യൂസ് ചെയ്യുക. ഡ്വിൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താ, എബേറ്റ്, ബൈറ്റ് എന്നൊക്കെ ഓർക്കാം, റെഡ്യൂസ് ചെയ്യുക. ഗോണ്ട് എന്ന് പറയുമ്പോൾ തിൻ ആൻഡ് ബോണി അല്ലെ, നമ്മുടെ ഏതെങ്കിലും ഒരു ഓണ്ടിനെ ഓർക്കുക, തിൻ ആൻഡ് ബോണി. കോർപ്പുലന്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് അല്ലെങ്കിൽ ഒബീസ് ആണ്. വിവേഷ്യസ്, എനർജറ്റിക്. എഫ്രന്റ് എന്ന് പറഞ്ഞാൽ ഇൻസൾട്ട്, ഫ്രണ്ട് നിർത്തി ഇൻസൾട്ട് ചെയ്തു. കോളറിക് എന്ന് പറഞ്ഞാലോ ബാഡ് ടെമ്പേർഡ് ആണ് അല്ലെ. കണ്ടന്റിങ്, കോമ്പീറ്റിംഗ്, കണ്ടന്റിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്തു. അമെലിയോറേറ്റ്, പ്രേസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ആന്റിക്വേറ്റഡ്, ഒബ്സൊളേറ്റ് ആണ്, ഔട്ട്ഡേറ്റഡ്. ഓസിഫൈ എന്ന് പറഞ്ഞാലോ റിജിഡ് ആണ് അല്ലെ. സംറ്റുവസ്, ലാവിഷ് ആണ്, എക്സ്ട്രാവേഗന്റ്. വിലിഫിക്കേഷൻ, അബ്യൂസ് ചെയ്യുക, വിളിപ്പേര് വെച്ചിട്ട് അബ്യൂസ് ചെയ്തു. ഔട്ട്റേജിയസ്, ഷോക്കിംഗ്. ഓക്കെ, അപ്പൊ ഇത്രയും സിനോണിംസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറെ നോക്കാനുണ്ട് കേട്ടോ സിനോണിംസ്. അപ്പൊ ഡെയിലി ഇതേപോലെ നിങ്ങളൊന്ന് കേട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ നിന്നോളും. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് 100% ഓർമ്മ വരും. കാരണം നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്, കോഴ്സുകളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വരും കേട്ടോ. നമ്മുടെ സ്റ്റുഡൻസ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുക, ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ നാളെ ഞാൻ ചെയ്യാവേ, നവംബർ മാസത്തിലെ. അപ്പൊ എല്ലാവർക്കും ബൈ, താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം.